1987 ജൂൺ 13 ചെന്നൈയിൽ ജി വെങ്കിടേഷിന്റെയും പ്രശസ്ത ഗായിക AR രഹാനയുടെയും മകനായി ജനിച്ച ഒരു കലാകാരൻ. തനിക്ക് സിനിമയുടെ ഏത് ഫോർമാറ്റും വഴങ്ങുമെന്ന് തെളിയിച്ച ഒരു അത്ഭുത പ്രതിഭ. പുള്ളിക്കാരന്റെ ബ്ലഡിൽ സംഗീതവും സിനിമയും ഓൾറെഡി ലോഡഡ് ആയിരുന്നു. മറ്റാരുമല്ല, ഓസ്കാർ തമ്പുരാൻ AR റഹ്മാന്റെ സ്വന്തം അനന്തരവൻ. വിടുതലൈ സിനിമയിലൂടെ നമ്മുടെ നെഞ്ചിൽ കയറിയ ഭവാനി ശ്രീയുടെ സ്വന്തം ചേട്ടൻ. RK ശേഖറിന്റെ ആ വലിയ സംഗീത സാമ്രാജ്യത്തിലെ അടുത്ത തലമുറയിലെ സിംഹം GVP എന്ന GV പ്രകാശ് കുമാർ. തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസിനെ ഒരേ സമയം പാട്ടുകൊണ്ട് പ്രണയിപ്പിക്കാനും അടിയറവ് പറയാത്ത BGM ഇട്ട് രോമാഞ്ചം കൊള്ളിക്കാനും ഇമോഷൻസ് കൊണ്ട് കണ്ണ് നനയിക്കാനും അതുകൊണ്ട് മാത്രം തീരാതെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് മാസ് കാണിച്ച് തിയേറ്റർ ഇളക്കി മറിക്കാനും ഇവിടെ ഒരാൾക്കേ കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് നമ്മുടെ സ്വന്തം GV പ്രകാശ് കുമാർ. പഠിച്ചത് ഒരു ഒഫീഷ്യൽ ഓഡിയോ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നതിനും എത്രയോ മുൻപ് 1993 വെറും ഒരു കൊച്ചുകുട്ടിയായി വന്ന് മാമന്റെ സംഗീതത്തിൽ ജെന്റിൽമാൻ സിനിമയിലെ ചിക്കുബുക്ക് റെയിലെ എന്ന് പാടിയ ആ പയ്യനെ ഓർമ്മയില്ലേ? അവിടെ തുടങ്ങി തിരുടാ തിരുടാ, മെയ് മാസം, ബോംബെയിലെ കുച്ചു കുച്ചു റെയിലെ, മുത്തു സിനിമയിലെ വിലക്കുളവാളിലെ എന്ന് വേണ്ട 90s മുതൽവൻ വരെ AR റഹ്മാൻ ഇറ്റുകളിലെല്ലാം നമ്മൾ കേട്ട് വിസിലടിച്ച ആ കുട്ടി ശബ്ദം GV പാടിയതായിരുന്നു. മുതിർന്നപ്പോൾ ഹാരിസ് ജയരാജിന് വേണ്ടി അന്യൻ സിനിമയിൽ കാതൽ യാനെ പാടി ട്രെൻഡ് സെറ്ററായി. പിന്നീട് ഇളയരാജ, യുവാൻ, ദേവ, സാം CS മുതൽ വിദ്യാ വോക്സിനൊപ്പം ചെയ്ത കാക്കരാട്ടൻ വരെയുള്ള ഇൻഡിപെൻഡന്റ് ആൽബങ്ങളിലൂടെ കക്ഷി മൈക്കിന് മുന്നിൽ മാസ് കാണിച്ചുകൊണ്ടിരുന്നു. ഒരു കാര്യം മറന്നുപോയി, സെൽവരാഘവന്റെ തനിയൊരുവൻ എന്ന സിനിമയിലെ BGMന് പകരം വെക്കാൻ ഇന്നും തമിഴ് സിനിമയിൽ എന്നല്ല സിനിമാ ലോകത്ത് തന്നെ വേറെ BGM ഇല്ല. പക്ഷേ വെറുതെ പാടിയാൽ മാത്രം മതിയോ? പോരാ. 2006 വെറും 19 വയസ്സിൽ വസന്ത ബാലന്റെ വെയിൽ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി അവതരിച്ചു. ആദ്യ പടം തന്നെ ഇൻഡസ്ട്രി ഹിറ്റ്. പിന്നീട് പൊല്ലാതവൻ, 1000-ലൊരുവൻ, നമ്മൾ ഇന്നും ലൂപ്പിലിട്ട് കേൾക്കുന്ന പൂക്കൾ പൂക്കും തരുണം എന്ന ഗാനമുള്ള മദ്രാസ പട്ടണം, വെട്രിമാരന്റെ ആടുകളം, മയക്കമെന്ന, രാജാറാണി, തെരി, അസുരൻ, സുരരിപ്പൊട്ട് തുടങ്ങി കഴിഞ്ഞ വർഷങ്ങളിൽ തിയേറ്ററുകളെ ഇളക്കി മറിച്ച അമരൻ, ലക്കി ഭാസ്കർ വരെ. GVP ഇല്ലാത്ത ഒരു തമിഴ് ഹിറ്റ് ലിസ്റ്റ് അത് ഇപ്പോൾ നമുക്ക് ആലോചിക്കാൻ പോലും ആകില്ല. എന്തിനേറെ പറയുന്നു, GVPയുടെ പാട്ട് ഉള്ളത് കൊണ്ട് മാത്രം കണ്ടിരിക്കുന്ന സിനിമകൾ വരെയുണ്ട്. സൺറൈസ് ഹൈദരാബാദിന്റെ ഫസ്റ്റ് തീം സോങ് കമ്പോസ് ചെയ്തത് നമ്മുടെ GV പ്രകാശ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വിക്രമിന്റെ ദൈവ തിരുമകൾ സിനിമയിലെ പാട്ടൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? അതുപോട്ടെ, ഈ അടുത്ത് കെൻ കർണാസിന്റെ ഡയറക്ഷനിലെത്തിയ മുട്ടകലക്കി എന്ന സോങ് ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആണ്. സൂര്യയുടെ സുരറിപ്പൊട്ട് സിനിമയിലെ പശ്ചാത്തല സംഗീതത്തിനും ധനുഷ് ചിത്രമായ വാത്തിയിലും നാഷണൽ അവാർഡുകൾ വാരിക്കൂട്ടി. ഓസ്കാർ തമിഴ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡും 4 ഫിലിം ഫെയർ അവാർഡുകളും 3 സൈമ അവാർഡുകളും. പിന്നീട് അദ്ദേഹത്തെ തേടിയെത്തിയത് ദേശീയ അവാർഡായിരുന്നു. അമരൻ എന്ന ചിത്രത്തിലെ പശ്ചാത്തല സംഗീതത്തിനാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. ഇതാണ് GV പ്രകാശ് കുമാർ, തമിഴ് സിനിമയുടെ വൺ ആൻഡ് ഓൺലി ഓൾറൗണ്ടർ മാസ് ബോസ്. ഇനി അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ സ്ഥാനങ്ങളാണ്, ഇതിലും വലിയ അവാർഡുകളാണ്.